നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം എന്താണ്? ഖുർആൻ പറഞ്ഞ വിശ്വാസം, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഓ ജനങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നമ്മൾക്കെല്ലാവർക്കും, നമുക്ക് മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യന്മാര് മുഴുവനും, സർവ്വ മനുഷ്യന്മാർക്കും അല്ലാഹനെയാണ് വേണ്ടത്. അല്ലാഹന്റെ തൃപ്തിയാണ് അവർക്ക് വേണ്ടത്. അല്ലാഹുവിൽ നിന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാഹന്റെ പൊരുത്തമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ നിലക്ക് വിശ്വസിക്കുന്ന മുസ്ലിം ഒരിക്കലെങ്കിലും പറയാൻ പാടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് പോലും, എന്ത്? എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. ഒരു മുസ്ലിയാര് പ്രസംഗിക്കുന്നത് കേൾക്കണോ? അല്ലാഹു തആല പറഞ്ഞല്ലോ, എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ അതുലുബിരിവാക്കയാ മുഹമ്മദ്, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും മുഹമ്മദ് നബിയാകുന്ന അങ്ങയുടെ തൃപ്തിയാണെന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞല്ലോ. എന്താണ് പറയുന്നത്? അല്ലാഹു തആല പറഞ്ഞല്ലോ, എന്ത്? എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ മുഹമ്മദ്, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും മുഹമ്മദ് നബിയാകുന്ന അങ്ങയുടെ തൃപ്തിയാണ് എന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ വാക്ക്? ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിലെ വാക്കാണ്. എന്താ പറയുന്നത്? എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ അള്ളാന്റെ തൃപ്തിയാണ്. എന്നാൽ അള്ളാഹ് നബിയോട് പറയാണത്രേ, എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞാൻ അങ്ങയുടെ തൃപ്തി തേടുന്നു. ആരാ തേടുന്നത്? അല്ലാഹ്. ആരാ ആഗ്രഹിക്കുന്നത്? അല്ലാഹ്. ആരിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്? സൃഷ്ടിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്. സർവ സൃഷ്ടികളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണെന്ന് അല്ലാഹ് പറയുമ്പോ, ഇതാ ചില ആളുകൾ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ പറയുന്നത് എന്താണ്? അല്ലാഹു നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന പോലും, അതുലുബുരിലാക്ക, താങ്കളുടെ തൃപ്തി ഞാൻ തേടുന്നു നബിയേ, അങ്ങയുടെ തൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞു എന്നാണ് മുസ്ലിയാര് കള്ളം പറയുന്നത്. എവിടെയാണ് ഈ ആയത്ത്? എവിടെയാണ് ഇങ്ങനെ ഒരു വാചകം? അതുലുബുരിലാക്കയാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഞാൻ നിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ തൃപ്തിയെ തേടുന്നു എന്ന് അല്ലാഹു പറഞ്ഞതായി എവിടെയാണുള്ളത് ജനങ്ങളെ? റബ്ബിന്റെ പേരിൽ കള്ളം പറഞ്ഞാലുള്ള വിധി എന്താണ്? റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറഞ്ഞാലുള്ള വിധി എന്താണ്? ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ വഹും ലാ യുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവർ, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവർ വിജയിക്കൂല. ദുനിയാവില്ലവർക്ക് അല്പകാലം കുറെ സുഖങ്ങളൊക്കെ കിട്ടിയെന്ന് വന്നേക്കും, ദുനിയാവില്ലവർക്ക് സ്വീകരണം കിട്ടിയെന്ന് വന്നേക്കും, പക്ഷേ നരകം തന്നെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ആലോചിക്കണം. സലഫികൾ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് നബിയുടെ പൊരുത്തത്തെ തേടുന്നു, ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു സലഫി പറഞ്ഞിട്ടുണ്ടോ? അതേ അവസരത്തിൽ ഇതാ ഇവരുടെ നേതാക്കളാണ് ഈ പ്രസംഗിക്കുന്നത്. എന്ത്? അതുലുബുരിലാക്ക എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് പോലും. അതുലുബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുസ്ലിമേ, ഞാൻ തേടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. റിലാക്ക, അങ്ങയുടെ തൃപ്തി ഞാൻ തേടുന്നു, ഓ മുഹമ്മദ് നബിയേ. അല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലും, ഇതിനേക്കാൾ വലിയ ഒരു കളവ്, ഇതിനേക്കാൾ വലിയ ഒരു അക്രമം മുസ്ലിമേ ഒരാളുടെ നാവിൽ നിന്ന് വരാനുണ്ടോ? നന്നായി ചിന്തിച്ചോളൂ.